all the respected dignitaries of the dais. പിന്നെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറയണോ ഓർ ജസ്റ്റ് ലേഡീസ് ആണോ? ലേഡീസ്, ഇത്രമാത്രം ലേഡീസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സോ ഐ എം ത്രിൽഡ് ഫോർ ദാറ്റ്. എല്ലാവർക്കും നമസ്കാരം. ആദരണീയനായ പ്രധാനമന്ത്രിജി, കാണാനും അദ്ദേഹത്തിന് വാക്കുകൾ കേൾക്കാനും ആണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കേരളത്തിൻ്റെ സ്ത്രീ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയായ ഞാനും അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. വരും തലമുറയ്ക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുന്നേറാൻ അങ്ങേയറ്റം പ്രചോദനം നൽകുന്ന വിമൻസ് റിസർവേഷൻ ബിൽ ഓണറബിൾ പ്രൈം മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ പാസ്സായിരിക്കുകയാണ്. അങ്ങേയറ്റം അഭിമാനത്തോടെ എന്നെപ്പോലെ ഓരോ സ്ത്രീകളും ഇതിനെ നോക്കിക്കാണും എന്ന് ആത്മാർത്ഥമായി ഞാൻ കരുതുന്നു. നമുക്കറിയാം, സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ പല പ്രൊഫഷൻസിലും ഇന്നും വളരെ കുറവ് തന്നെയാണ്. ഇല്ല എന്നല്ല, പക്ഷെ എണ്ണത്തിൽ കുറവ്. സയൻസ്, ടെക്നോളജി, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ്, IT, സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ്, ഗിഗ് വർക്കേഴ്സ് തുടങ്ങിയവ ചില ഉദാഹരണങ്ങൾ മാത്രം. With the passing of the Women's Reservation Bill, now so many dreams are set free. Millions of aspirations will now see a fruition. Our young and brilliant minds will be encouraged to stay behind and serve the Navabharat. We have only heard of one Shakuntala Devi, one Kalpana Chawla, one Kiran Bedi. With the passing of this Women's Reservation Bill under the leadership of the Honorable Prime Minister, Shri Narendra Modi ji, Navabharat will soon be empowered to cradle many more such brilliant Indians. സ്ത്രീകളെ ദേവതമാരായി ആരാധിച്ച് പോരുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. എന്നാലും പല മേഖലകളിൽ അവർ അടിച്ചമർത്തിപ്പെട്ടവരായി കരുതപ്പെടുന്നു. കഴിവും നിശ്ചയദാർഢ്യവും ഉള്ള നമ്മുടെ യുവതികൾക്ക് വിശാലമായ ആകാശത്തേക്ക് ആദ്യത്തെ ചുവടുവയ്പ് ആവട്ടെ വനിതാ സംവരണ ബിൽ എന്ന് ആശംസിക്കുകയാണ്. परम आदरणीय प्रधानमंत्री जी, आपने हमें महिला विमेन्स रिजर्वेशन बिल से सशक्त किया और अब हम सब महिलाएं मिलके आपके नेतृत्व में नव भारत के निर्माण में बढ़ चढ़कर सहयोग करेंगी. There have been many leaders in the past, men and women, but we live in the time of a fantastic leadership that has actually seen the passing of the Women's Reservation Bill. So I'm hugely thankful for the Honorable Prime Minister Narendra Modi ji's leadership. ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഞാനും ഏവ പ്രതീക്ഷയോടെ വനിതാ സംവരണ ബില്ലിനെ നോക്കി കാണുന്നു. ശ്രീ മോദിജിയോടൊപ്പം പങ്കിടാൻ അവസരം തന്നതിന് എൻ്റെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുന്നു. ജയ് ഹിന്ദ്.